നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരേ രാഷ്ട്രീയ ഭരണത്തിൽ മൂവാറ്റുപുഴയ്ക്കുണ്ടായ മാറ്റവും തൊടുപുഴയുടെ മാറ്റവും മൂവാറ്റുപുഴ ആനിക്കാട് ചെറിയുടെ നവീകരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കുന്ന ഈ സ്ഥലവും തൊടുപുഴയിൽ ഇടുക്കി ജില്ലയിലെ തന്നെ അതിപുരാണവും അതിപ്രശസ്തവുമായ ഇടവെട്ടിച്ചിറ രാഷ്ട്രീയ തിമിരം ബാധിച്ച് നാടിൻ്റെ വികസനങ്ങൾ വെറും പ്രഹസനമാക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൻ്റെ നേർക്കാഴ്ചയാണ് ഇടവെട്ടിച്ചിറ. മൂവാറ്റുപുഴ താലൂക്കിൽ ആനിക്കാട് കാണുന്ന ഈ ചിറ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് പണി തീർത്തത്. ചിറ എത്ര മനോഹരമാണ്. ഇത് കേരളത്തിന് അഭിമാനം. ഇത്രയും വലിയൊരു ചിറ ഒരിടത്തും ഇല്ല. എത്ര സൗകര്യം, നല്ല അതിസുന്ദര മനോഹരമായ ഒരു ചിറ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഭയങ്കര സൗകര്യമുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ബിസിനസ്സിന് തന്നെ ഇതൊരു നല്ല അഭിമാനമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഫാമിലി ആയിട്ട് ആൾക്കാർ വരും. വന്ന് ചെറിയക്കടയൊക്കെ ഇവിടേക്ക് ഇരുന്ന് കാറ്റ് കൊള്ളാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു പറ്റിയ കുളമാണ്. അപ്പോൾ ഏത് രാഷ്ട്രീയക്കാർ ഭരിച്ചാലും മൂവാറ്റുപുഴ കൈവെടിയാതെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ മാതൃകയാണ് ഈ ചിറ, അല്ലേ ചേച്ചി? അതെ അതെ. നമ്മളിനി കാണാൻ പോകുന്നത് തൊടുപുഴയിൽ ഭരിച്ച രാഷ്ട്രീയക്കാരുടെ വികസന നേട്ടങ്ങളാണ്. നമുക്കിനി തൊടുപുഴയിൽ ഏറ്റവും വലിയ ചിറയും അതിപുരാതനവും ക്ഷേത്രക്കുളവും കൂടെ സൈഡിലുള്ള ഇടവെട്ടിച്ചിറയൊന്ന് കാണാം. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിൽ നാട്ടിലെ പ്രത്യേക വാർത്തകളാണ്. ഞാൻ ഈ വാർത്തകൾ തേടി വരാൻ കാരണം യാദൃശ്ചികമായിട്ട് മൂവാറ്റുപുഴ പാസ് ചെയ്ത് പോയി. മൂവാറ്റുപുഴ ആനിക്കാട് ചിറയിൽ കഴിഞ്ഞ ദിവസം ഒരു പിള്ളേർ കുട്ടികൾ പ്രത്യേക പ്ലാസ്റ്റിക് നീക്കുന്ന യന്ത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയിപ്പം എനിക്ക് ഈ ചിറയാണ് ഓർമ്മ വന്നത്. എനിക്കൊരുപാട് സങ്കടം തോന്നി ഈ ചിറയുടെ കാര്യം ഓർത്ത്. ഞാനൊരു 20 വർഷം മുമ്പ് ഈ ചിറയുമായി ബന്ധപ്പെട്ട് മന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്തതൊക്കെ ഞാൻ മുന്നേ സൂചിച്ചു. എനിക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അന്നിത് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്വിമ്മിംഗ് പൂൾ ആക്കും എന്നൊക്കെ പറഞ്ഞ് മോഹ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാരൊക്കെ സ്ഥലമൊക്കെ മേടിച്ച് കൂട്ടി. ഇനിയിപ്പോൾ റോഡിൻ്റെ അവസ്ഥ ചെന്നാൽ കാണാം. നമ്മൾ എന്ത് പിഴച്ചു? നമ്മൾ പിഴച്ചതല്ലല്ലോ, ഇത് നടത്തേണ്ട ആൾക്കാരുടെ സപ്പോർട്ടുകൊണ്ടുണ്ടാകുന്നതല്ലേ. ഇതെങ്ങനെ നാടിന് വികസനം ഉണ്ടാക്കണം, വികസിപ്പിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം, ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം. പക്ഷേ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാമെന്നല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ കാര്യമില്ല. ഇത് എന്തുകൊണ്ട് ഭരണകർത്താക്കൾ ഇങ്ങനെ ഒരു ഈ ചിറയ്ക്കൊരു മൗനം? ആര് ഭരിച്ചാലും നമ്മൾ വാർഡ് മീറ്റിംഗിൽ ഇതെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഫണ്ടില്ല, നിവൃത്തിയില്ല. പഞ്ചായത്തല്ല, ഇതിപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയം പറയുമല്ല. കഴിഞ്ഞ വർഷം അത് പദ്ധതി തീർന്നോന്ന് അറിയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ മുഴുവൻ ചിറകൾ ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് വിസ്താരമുള്ള, ഇത്ര വിസ്താരമുണ്ട്, ഇത് വിസ്താരം കൂടുതലാണ്, അത് കുഴപ്പമില്ല, വിസ്താരമുള്ള ചിറകൾക്ക് 20 ലക്ഷം രൂപ വരെ ഫണ്ടുണ്ട്. അവിടെ ആപ്ലിക്കേഷൻ വെച്ചോ, അത് വാങ്ങിയെടുക്കാൻ നമ്മുടെ ഭരണ നേതൃത്വം ശ്രമിച്ചോ വല്ലതും അറിയാവോ? ഒന്നും അറിയില്ല. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലോ വില്ലേജ് തലത്തിലോ ഏതെങ്കിലും രീതിയിൽ സർക്കാർ തലത്തിലേ ഇത് അറിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിന് മുൻകൈ എടുത്ത് ആ ഫണ്ട് മേടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് പ്രവർത്തികമാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുനരുദ്ധാരണം നടത്താനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിലേ പറ്റുള്ളൂ. മാന്യപ്രേക്ഷകരെ, രാഷ്ട്രീയ പക്ഷപാതം ഓർക്കരുത്. രാജ്യം ഗ്രാമങ്ങളിൽ കൂടിയ വികസനം സാധിക്കുള്ളൂ. ആ വികസനത്തിന് ഇന്ന് നിരവധി പദ്ധതികളാണ് ഉണ്ട്. അതിന്നിവിടെ ഭരണകർത്താക്കൾ രാഷ്ട്രീയ എന്താണോ അത് എന്തോ ഇവിടെ ജനങ്ങളിൽ എത്തിക്കാനൊരു താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ചിറ എന്ന് വാസ്തവമാണ്. ഇല്ല, എല്ലാവരും നമുക്ക് വികസനം വേണം. ആ വികസനം ഏത് രീതിയിലായാലും ഇവിടെ എത്തിക്കേണ്ടതാണ്. അതിന് കേരള സർക്കാർ, നമ്മുടെ നിർഭാഗ്യവശാൽ നമുക്ക് ഫണ്ടില്ല, പഞ്ചായത്തിനും അതെ ഇവിടെയും ഫണ്ടില്ല. പക്ഷേ അത് വികസിപ്പിച്ചെടുക്കാനും
അതിന് ചിലവാക്കാനും നേർവഴിക്കുള്ള ഫണ്ടുകൾ ഉണ്ട്. അത് മേടിച്ചെടുക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ശാപമായി കിടക്കുന്നത്. അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനിരിക്കുന്നു. കാരണം അതിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്ത് പോവുക. വലിയ വലിയ അബദ്ധങ്ങളാണ്. ഇപ്പോൾ ഇടിഞ്ഞു പോകും എങ്ങനെയാണെന്ന് അറിയത്തില്ല. വലിയ ഒരു നഷ്ടമാണ് ഇവിടെ ഇടപെട്ടി നിവാസികളെ സംബന്ധിച്ചുള്ളത്. സത്യമാണ്. ഇടപെട്ടിച്ചിറയിലെ വെള്ളം കെട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതാണ് സമീപവാസിയായ ആ ചേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, റോഡിൻ്റെ നടുക്കൂടെ വെള്ളം ലീക്ക് ചെയ്ത് ഏത് സമയത്ത് അത് മൊത്തം ഇടിഞ്ഞു പോകാം. ആ വെള്ളം എങ്ങോട്ടായിട്ടാ ഒഴുകി പോണേ? ഒരു പിടുത്തവും ഇല്ല. ചെറിയ ഈ ലെവൽ കഴിഞ്ഞിട്ട് വെള്ളം പൊങ്ങില്ല. മറ്റേ അവിടെ ആ പൊക്കത്തിന് വെള്ളം വന്നുകൊണ്ടിരുന്നതാ, ചപ്പാത്തി കൂടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന. ഇപ്പൊ ഇതിലെ പോണ കാരണം വെള്ളം ഇനി ഈ ലെവൽ കഴിഞ്ഞിട്ട് പൊങ്ങില്ല. അത് എങ്ങോട്ട് പോണേന്ന് ഒരു പിടുത്തവും ഇല്ല. ഒരു പിടി താഴത്തെ തോട്ടിലേക്ക് പോകണ്ട, അതിന്റെ വഴി എത്രയാണെന്നറിയില്ല. ഈ കാണുന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇടപെട്ടിയാണ്. ഇടപെട്ടി ചിറയിൽ വെള്ളം നിലനിൽക്കില്ല എന്ന് ചോദിക്കാനാണ് ഞാനിവിടെ എത്തിയത്. നിർഭാഗ്യവശാൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇല്ല, സെക്രട്ടറിയെ കണ്ടു. സെക്രട്ടറി പറഞ്ഞത് അതെന്താണെന്ന് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്നാണ് പറയണത്. എന്തായാലും യുടെ റിപ്പോർട്ട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. ഇടപെട്ടി ചിറയിൽ വെള്ളം നിൽക്കാത്തതിൻ്റെ കാര്യം അന്വേഷിച്ച് പഞ്ചായത്തിൽ വന്നതാണ്. സെക്രട്ടറി പറഞ്ഞു അതറിയില്ല, യോട് ചോദിക്കണം. പക്ഷേ എ പറയുന്നത് ജനങ്ങളോട് ചോദിക്കാനാണ്. അപ്പോൾ ഇവിടെ എന്ത് പണിയാണ് ചെയ്യുന്നതെന്ന് ജനം ചിന്തിക്കണം. പിന്നെ അത് വേനൽക്കാലത്താണ് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള മുടന്ത ന്യായങ്ങളാണ് യുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സർക്കാർ ഓഫീസിൽ ചെന്ന് യോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ്. ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൊതുജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ള സുവർണ അവസരമാണ് ഈ കാലഘട്ടങ്ങളിലും. ഇടപെട്ടിച്ചിറയുടെ പഴയ ചരിത്രം ഒന്നും കൂടി നമുക്കൊന്ന് കാണാം. അന്ന് ആരായിരുന്നു? സ്പോർട്സ് മന്ത്രി വിജയകുമാർ അല്ലായിരുന്നു? അതെ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ. അന്ന് അല്ലല്ല, അന്ന് പുള്ളി ഇവിടെ വലിയ സ്റ്റേജൊക്കെ കെട്ടി പ്രസംഗിച്ച് ഇതിലെ ഭയങ്കര റോഡ് വരും, സ്റ്റേറ്റ് സ്വിമ്മിംഗ് പൂൾ ആവും അല്ലേ? ഓർക്കുന്നുണ്ടോ? റിംഗ് റോഡ് ഇതിലെ വരും എന്നും പറഞ്ഞുകൊണ്ടൊക്കെ അന്ന് ഭയങ്കര ഇടയ്ക്ക് സ്ഥലത്തിനും വില കൂടിയല്ലായിരുന്നു. സ്ഥലത്തിനും വില കൂടി കുറെ പേരൊക്കെ ഈ റോഡ് സൈഡിൽ മേടിച്ചു വിട്ടു. ഇപ്പൊ സ്റ്റേഡിയം ഉണ്ടാവും. അന്ന് വെള്ളത്തിന്റെ അടി ലെവലിൽ നിന്ന് ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മുൻപുള്ള, ഏതാണ്ട് 20 വർഷം മുമ്പുള്ള ചരിത്രമാണെന്ന് തോന്നുന്നു ഇതില്ലേ? അതെ അതെ. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കൂടെ അന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ പൈപ്പ് കിടക്കണില്ലേ, കിടക്കുന്ന പൈപ്പ്, അതുപോലെ പൈപ്പ് ഇങ്ങനെ ജോയിന്റ് ചെയ്ത് ഇതിലെ അപ്പുറം വരെ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ അത് വെള്ളം ഉണ്ടാകണ വെള്ളം അതിൻ്റെ അടിയിൽ കൂടെ പോയ കാരണം കൊണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പൈപ്പ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം നിൽക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം ഇതിലെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നതാണ്. ഈ പ്രാവശ്യം ഇപ്പോൾ അവിടെ ഗ്യാപ്പുള്ള കാരണം കൊണ്ട് അതിലേ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വെള്ളം പൊങ്ങിപ്പോയില്ല. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. ഇവിടെ ഉണ്ടാവില്ല. സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നടപ്പാക്കാൻ വിവേചനം കാണിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയവുമാണ് ഇതിന് ശാപം. കഴിഞ്ഞ LDF ഭരണകാലത്ത് എൽദോ എബ്രാഹത്തിൻ്റെ മനസ്സാക്ഷിയുടെ പ്രകാശമാണ് ഈ കാണുന്ന കുളം മാത്രമല്ല, നിരവധി പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ടാണ് MLA സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തത്. ഭരണകാലത്ത് ആര് നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് നാട്ടുരാജ്യ ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കാരണം. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് KK വിജയൻ.